ഉത്തരം കിട്ടാത്ത ചോദ്യം. എന്തുകൊണ്ട് ദൈവം സഹനം, തകർച്ച നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു? പലപ്പോഴും നാം നമ്മോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? നമുക്ക് മനസ്സിലാകും, ഒരുപക്ഷെ ഒരു പാപ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് അതിൻ്റെ പ്രത്യാഘാതം എന്നോണം ഒരുപക്ഷെ അത് സഹിക്കേണ്ടി വന്നേക്കാം, അല്ലേ? സഹിക്കേണ്ടി വന്നേക്കാം. അവരുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി, അല്ലേ? ഇന്ത്യയുടെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 17-ാം വാക്യം. ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. എന്നാൽ ഒരു നീതിമാൻ എന്തിന് സഹിക്കണം? ഇതാണ് ചോദ്യം. ജയ, ഇതാണ് ചോദ്യം. ഒരു നീതിമാൻ എന്തിന് സഹിക്കണം? ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ആ സഹോദരിക്ക് മാത്രമല്ല നമ്മളിൽ പലരും ഉത്തരം കിട്ടാത്ത ചോദ്യം. ജോബിന്റെ പുസ്തകത്തിൽ നിന്നാണ് ആ സഹോദരി ചോദിച്ചിരിക്കുന്നത്. ജോബ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ജോബ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു ജോബ്? 710 പേജ്, 11-ാമത്തെ പേജ്, ചെറിയ വേദപുസ്തകത്തിൽ 711-ാമത്തെ പേജ്. ഉസ് ദേശത്ത് ജോബ് എന്നൊരാളുണ്ടായിരുന്നു. ജോബ് തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തി കടന്നു വരണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വ്യക്തികളിൽ നിന്നും. എന്തൊക്കെയാണ്? തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം, പിന്നെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം, പിന്നെ നിഷ്കളങ്കനായിരിക്കണം, കളങ്കമില്ലാത്തവനായിരിക്കണം, പിന്നെ നീതി നിഷ്ഠനായിരിക്കണം. നീതിയിൽ മാത്രം ഒരണുവിട വ്യതിചലിക്കാതെ, ഇടം വലം വ്യതിചലിക്കാതെ നീതിയിൽ മാത്രം, സത്യത്തിൽ മാത്രം മുറുകെ പിടിച്ച് പോകുന്നവനായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങള് ദൈവം മനുഷ്യ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ 3 കാര്യങ്ങളും തികഞ്ഞവനായിരുന്നു ആര്? ജോബ്. എന്റെ ചോദ്യം ഇതാണ്, എങ്കിൽ ഈ ജോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനങ്ങൾ എന്തുകൊണ്ട് ജോബിന് സഹിക്കേണ്ടി വന്നു? ഇന്നും ലോകത്ത് നീതിമാന്മാർ ഒത്തിരി ഉണ്ട്. എന്തുകൊണ്ട് അവർക്ക് സഹിക്കേണ്ടി വരും? എന്തുകൊണ്ടാണ് അവർക്ക് സഹിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ട്? നമുക്ക് നിങ്ങളുടെ ഒരു ഐഡിയയിൽ വരുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് നമുക്ക് സഹിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? കാണുന്നു, അല്ലേ? ഓക്കെ. നീതിമാന് എന്തിനാണ് ദൈവം സഹനം അനുവദിക്കുന്നത്? നമുക്ക് എന്തിനാ ദൈവം സഹനം അനുവദിക്കുന്നത്? നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ് നമുക്ക് ദൈവം സഹനം അനുവദിക്കുന്നത്. അതിന് ഒരു സംശയമില്ല. ഉണ്ടോ? നമ്മൾ വിശുദ്ധരാണോ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ പോലും വിശുദ്ധനല്ല. അതുകൊണ്ട് ദൈവം നമുക്ക് സഹനം അനുവദിക്കുന്നു, നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. എന്നാൽ ദൈവം തന്നെ പറയുന്നുണ്ട്, വചനം പറയുകയാണ്, ജോബ് നീതിനിഷ്ഠനായിരുന്നു, സത്യസന്ധനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, തിന്മ ചെയ്യാത്തവനായിരുന്നു, തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനായിരുന്നു. ഇവിടെയാണ് പ്രശ്നം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ സഹനം അനുവദിച്ചത് ആരെ? എന്റെ 2ാമത്തെ ചോദ്യം. ആദ്യ ചോദ്യം ഉത്തരം വന്നിട്ടില്ല. 2ാമത്തെ ചോദ്യം, ജോബിന് സഹനം അനുവദിച്ചത് ദൈവമാണോ? ജോബിന് ഈ സഹനം വന്നത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ? പിശാചിൽ നിന്നാണ്. യെസ്, ദൈവം അനുവദിച്ചത് കൊണ്ടാണ് പിശാച് ജോബിന്റെ ജീവിതത്തില് തോണ്ടാൻ തുടങ്ങിയത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ
ചോദ്യത്തിന് ഉത്തരം എന്താ? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നീതിമാൻ. നീതിമാൻ എന്തിനു സഹിക്കണം? അല്ലെങ്കിൽ ദൈവം നീതിമാന് സഹിക്കാൻ വിട്ടുകൊടുക്കുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ആലോചിച്ച് പറയാൻ പറ്റും? പറഞ്ഞു. അതെ, പക്ഷെ വേലി പഠിച്ചിട്ട് അവൻ പാവം ചെയ്തില്ല. അവൻ നിൽക്കുന്ന ആ സ്റ്റാൻഡിങ്ങിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യതിചലിച്ചില്ല. അല്ലേ? കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. ഇവിടെ ജോസേട്ടൻ കുറച്ച് ശരിയായി പറഞ്ഞു. നീതിമാന് എന്തിനാണ് ദൈവം സഹനം അനുവദിക്കുന്നത്? അവന്റെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ അടിയുറച്ച അവന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം സാത്താനെ അനുവദിച്ചത്, ജോബിനെ പരീക്ഷിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിന്റെ ജീവിതത്തില് അല്ലേ ആ പരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം പൗരസ്ത്യ ദേശത്തെ എണ്ണമറ്റ ദാസന്മാരും ദാസികളും ആടുമാടുകളും ഒട്ടകക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ജോബിനെ ഇതാ സാത്താൻ പരീക്ഷിക്കുകയാണ് ദൈവം അനുവദിച്ചിട്ട്. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ സാത്താനും അവരുടെ കൂടെ കൂടി. അപ്പൊ സ്വർഗത്തിൽ സാത്താൻ ചെല്ലാൻ അധികാരമുണ്ട്. സ്വർഗത്തില് സാത്താൻ ചെല്ലാനുള്ള പെർമിഷൻ ഉണ്ട്, ഇല്ലേ? നമ്മൾ വിചാരിക്കുന്നത് സ്വർഗത്തിന്റെ അടുത്ത് പോലും സാത്താൻ ചെല്ലാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല, സ്വർഗത്തിൽ ചെല്ലാൻ സാത്താൻ പെർമിഷൻ ഉണ്ടെന്ന് കണ്ടോ? എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞേ? സാത്താനെ കണ്ടപ്പോ കർത്താവ്, സാത്താൻ നിനക്ക് എന്താ അവിടെ കാര്യം? കടക്കട പുറത്ത് നിനക്ക് സ്വർഗത്തിൽ എന്താ കാര്യം? പറഞ്ഞോ? ദൈവം എന്നാ പറഞ്ഞേ? കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. സൗഹൃദ സംഭാഷണമാണ്. സാത്താനെ, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പൊ ഞാൻ ഭൂമിയാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണെന്ന് സാത്താൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും സാത്താനോട് ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും, കണ്ടോ, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഒരാളെ നീ കണ്ടോടാ സാത്താനെ? കണ്ടോ? ദൈവം സാത്താനോട് ചോദിക്കുകയാണ്. അപ്പൊ സാത്താൻ ദൈവത്തോട് പറയാണ്, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങയെ ജോബ് ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും അതിന് ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്രിയ 2:5-8 നമ്മൾ കാണും ദൈവം സംരക്ഷണത്തിന്റെ വേലി നമുക്ക് ചുറ്റും കെട്ടുന്നത്. ഈ വേലി ദൈവമേ നീ കെട്ടിക്കൊണ്ടിരിക്കുക, പിന്നെ അവൻ എന്ത് സംഭവിക്കാനാ എന്നാ ചോദിക്കുന്നത്? അവന്റെ പ്രവൃത്തികളെ നീ അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് നീ വർദ്ധിപ്പിച്ചു. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ ദൈവമേ നിന്നെ അവൻ ദൂഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സാത്താൻ ദൈവത്തോട് പറയാണ്, നീ അളവില്ലാത്ത കണക്കില്ലാത്ത സമ്പൽ സമൃദ്ധി ജോബിന് കൊടുത്തു, അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ ദൈവമേ നിന്നെ അവൻ തള്ളി പറയും. നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ പ്രശ്നം വന്ന, ഒരു സാമ്പത്തിക കടബാധ്യത വന്ന, ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമില്ല, ഈ ദിവസവും പോയിട്ട് വലിയ കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമില്ല നമ്മൾ പറയും. ഇവിടെ നമ്മൾ നോക്കിക്കേ, കർത്താവ് സാത്താനോട് പറഞ്ഞു, അവന്റെ മേലുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം തരുന്നു. സാത്താനോട് ദൈവം പറയാണ്, ജോബിന്റെ ജീവിതത്തിലുള്ള സകല മേഖലകളിലും കൈ കടത്താൻ നിനക്ക് ഞാൻ
അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം നീ ഉപദ്രവിക്കരുത്, അവനെ മാത്രം നീ ഉപദ്രവിക്കരുത്. എന്നിട്ട് തുടർന്ന് എന്താ സംഭവിക്കുന്നത്? സകലതും സാത്താൻ വാക്കുമാറാത്തവനാണ്. സാത്താൻ വാക്കുമാറാത്തവൻ. അവൻ എന്ത് ചെയ്തു? അവന്റെ സമ്പത്തിന്റെ മേൽ കൈവച്ചു. സമ്പത്തിന്റെ സ്രോതസ് അടയ്ക്കാൻ ആദ്യം അവൻ നോക്കി. എന്താ ചെയ്തേ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആട്ടിൻകൂട്ടങ്ങളെ, ഒട്ടകക്കൂട്ടങ്ങളെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കൊന്ന് ഒടക്കി. എന്നിട്ടും തീർന്നോ? പിന്നെ എന്ത് ചെയ്ത്? അവൻ എന്നിട്ടും കർത്താവിനെ ഒരു വാക്ക് കൊണ്ടുപോലും, ചിന്ത കൊണ്ടുപോലും അവൻ തള്ളി പറഞ്ഞില്ല, വിട്ടില്ല സാത്താൻ. വീണ്ടും ചെന്നു ദൈവസന്നിധിയില്, ഇല്ലേ? വീണ്ടും ചെന്നു. എന്നിട്ട് എന്നാ പറഞ്ഞേ? കർത്താവ് അവനോട് ചോദിച്ചു, എന്റെ ദാസനായ ജോബിന് നീ ശ്രദ്ധിച്ചോ? വീണ്ടും പറയാണ്, അവനെ പോലെ നല്ലവൻ, നിഷ്കളങ്കൻ, നിനിഷ്ഠൻ, തിന്മയിൽ അകന്ന് ജീവിക്കുന്നവൻ മറ്റാരെങ്കിലും ഉണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിച്ചെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. സാത്താൻ പറയുകയാണ്, ജോബിന്റെ വിശ്വസ്തത, ദൈവമേ നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമായി, ചഞ്ചലിക്കാതെ, ഇളകാതെ, അനങ്ങാപ്പാറ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിന് പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളത് എന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. ശരിയല്ലേ? സ്വന്തം ജീവന് വേണ്ടി ആസ്ട്രം മെഡിസിറ്റിയിലോ അല്ലെങ്കിൽ രാജഗിരിയിലോ ലക്ഷോറിലോ എവിടെ വേണമെങ്കിലും, എത്ര ഇനിയിപ്പോ എന്തൊക്കെ സഹിച്ചിട്ടായാലും വിറ്റിട്ടായാലും ഇറന്നിട്ടായാലും അല്ലേ പോകും. ജീവന് വേണ്ടി എന്തും, തനിക്കുള്ളത് എന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. അങ്ങ് അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക, അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും. അവന്റെ ശരീരത്തിന്മേൽ നീ കൈവച്ചാൽ നിന്നെ അവൻ ദുഷിക്കും. തീർച്ചയാണ്. സാത്താൻ പറയുകയാണ്, എതിർ പറയാണ്, ദുഷിക്കും അപ്പോ ദൈവം പറയുകയാണ്, ഇതാ അവനെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു. സാത്താൻ പറയുകയാണ്, സാത്താൻ പറയുകയാണ്, ജോബിനെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ, അവന്റെ ജീവനിൽ തൊട്ടുപോകരുത്. കാരണം ജീവൻ ദൈവത്തിൻ്റെതാണ്. സാത്താന് ആ ജീവനിൽ കൈവയ്ക്കാൻ അധികാരമില്ല, അവകാശമില്ല. തമ്പുരാൻ അധികാരം കൊടുക്കുന്നുമില്ല. ഓ, സാത്താന് സന്തോഷമായി. അവന്റെ ശരീരത്തെ തകർക്കും. അങ്ങനെ സന്തോഷത്തോടെ തട്ടകസിച്ചുകൊണ്ട് സാത്താൻ ദൈവസന്നിധിയിൽ നിന്ന് പോയി. എന്നിട്ട് ജോബിന്റെ ശരീരത്തെ അടിമുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബിന്റെ ശരീരം കുഷ്ഠം വന്ന് തല മുതൽ പാദം വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഹേ മനുഷ്യ, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ച് നിൽക്കാതെ ദൈവത്തെ ശപിച്ചിട്ട് നീ മരിക്കേ. എത്രയോ സ്നേഹമുള്ള ഒരു ഭാര്യ അല്ലേ? നമ്മുടെ ഭാര്യമാർ ഇങ്ങനെ പറയോ? എത്രയോ സ്നേഹമുള്ള ഭാര്യയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കുഷ്ഠം പിടിച്ച, ഈ വ്രണം ബാധിച്ച, ഈ ദുർഗന്ധം വമിക്കുന്ന തന്റെ ജീവിത പങ്കാളിയെ കണ്ണു തുറന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജീവിത പങ്കാളി അങ്ങനെ പറഞ്ഞത്. ദൈവത്തോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ഞാൻ ചിന്തിച്ചു പോയതാണ്, സത്യം അതായിരിക്കണമെന്നില്ല. കാരണം അത്രയും നാൾ കൂടെ നടന്ന് അല്ലേ, കൊണ്ടുറങ്ങി കിടന്ന ആളല്ലേ, ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ? എന്തായിരുന്നാലും നിങ്ങളുടെ മനോഗണത്തിന് വിട്ടുകയറിയാണ്. ജോബ് പറയുന്നൊരു കാര്യമുണ്ട്. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു. ജോബ് നല്ല മനുഷ്യൻ, അതുകൊണ്ട് അത്രയും പറഞ്ഞു, വേറെ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. നമ്മളൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എടുക്കും അല്ലേ? സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ എടുക്കും. ഭോഷത്വം. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഈ കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ട് പോലും പാപം ചെയ്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. നാവ് കൊണ്ട് പോലും ജോബ് പാപം ചെയ്തില്ല. ജോബ് പറയുന്നുണ്ട് പിന്നീട്, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നമുക്ക് പറയാൻ സാധിക്കുമോ ഒരു രോഗത്തിന്റെ, ഒരു പീഡനത്തിന്റെ, ഒരു തകർച്ചയുടെ, ഒരു ദുഃഖ ദുരിതത്തിന്റെ ആ കയത്തിൽ മുങ്ങി താഴുമ്പോ നമുക്ക് പറയാൻ പറ്റുമോ എന്റെ ദൈവം അനുവദിച്ചതാണ്, എന്റെ ദൈവം തന്നതാണ്, അത് ദൈവം എടുക്കണമെങ്കിൽ എടുത്തുകൊള്ളട്ടെ, ഇപ്പോഴും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ പറയാൻ സാധിക്കുന്നുവെങ്കിൽ നീ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതല. റോമ 8:14 വചനം നിന്നിൽ പൂർത്തിയാകും. റോമ 8:14 വചനം നിന്നിൽ പൂർത്തിയായത് കൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ഈ നാടകത്തിലേക്ക് 3 സുഹൃത്തുക്കൾ കടന്നു വരുന്നുണ്ട്. 3 സുഹൃത്തുക്കൾ ജോബിനെ കുറ്റപ്പെടുത്തുകയാണ്. നിന്റെ ഈ പുറം പൂച്ചൊക്കെ ഉള്ളൂ, നിന്റെ ഉള്ളില് കപടമായ ഭക്തിയാണ്, നീ നിഷ്കളങ്കനല്ല, അതുകൊണ്ടാണ് നിന്റെ പ്രവൃത്തിയുടെ ഫലമാണ് നിന്റെ ജീവിതത്തില് ഈ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം കുറ്റപ്പെടുത്തുകയാണ്. 3 ചെറുപ്പക്കാരായ ഈ ജോബിനേക്കാളും വയസ്സ് കുറഞ്ഞ ചെറുപ്പക്കാരായ ഈ സുഹൃത്തുക്കള് ജോബിനെ കുറ്റപ്പെടുത്തുകയാണ്. മക്കളെ, അവരെന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്തിയത്? പഴയ നിയമത്തിന്റെ പശ്ചാത്തലം എന്താണ്? പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെന്റ്, ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് അവിടെ നമ്മൾ കാണുക, അല്ലേ? പേടിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക. ഇത് പഴയ നിയമ പശ്ചാത്തലമാണ് ജോബിന്റെ കഥ. പാപം ചെയ്താൽ അതിന്റെ പരിണത ഫലം അപ്പോൾ തന്നെ അനുഭവിക്കുക, അല്ലേ? നമ്മൾ കാണുന്നില്ല, ഇസ്രായേൽ ജനത്തിന് അകൃത്യങ്ങളും ദുഷ്ടതകളും കൽപ്പന ലംഘനവും ഒക്കെ വരുമ്പോ അപ്പോൾ തന്നെ ശിക്ഷ, അല്ലേ? സർപ്പദംശനമേറ്റ് ആയിരക്കണക്കിന് എണ്ണങ്ങളാണ് കൽപ്പന ലംഘിച്ചതുകൊണ്ട് മരുഭൂമിയിൽ മരിച്ചു വീണത്, അല്ലേ? ദൈവത്തിന്റെ ക്രോധം ആഞ്ഞടിച്ചു. അവിടുന്ന് പോന്ന അപ്പൂപ്പന്മാരാരും കാനാനിൽ പ്രവേശിച്ചോ? കാരണം മറുതലിക്കുന്ന ഒരു ജനതയായി മാറി, കുറ്റം പറയുന്ന ഒരു ജനതയായി മാറി, ദൈവത്തിന്റെ മുമ്പിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന ഒരു ജനതയായി അവർ മാറി. മക്കളെ, ഇത് പഴയ നിയമ പശ്ചാത്തലമാണ്. പുതിയ നിയമത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ശിക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ എവിടെയും കാണുമോ? പിന്നെയോ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക. രക്ഷിക്കുന്ന ദൈവത്തെ, കാരണം അവന്റെ പേര് തന്നെ രക്ഷകൻ എന്നാണ്. യേശു രക്ഷകൻ എന്നാണ്. രക്ഷിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. ലോകത്തിന്റെ മുഴുവനും പാപഭാരം ഏറ്റെടുത്ത്, അല്ലേ? യേശുവിന് മുന്നേ വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ വിളിച്ചു വന്നു അവനെ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. സർവരെയും രക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ഒരു കുരിശിൽ യാഗബലിയായി തീർന്ന ഇതാ കർത്താവായ യേശു ക്രിസ്തു. അവനിലൂടെയാണ് രക്ഷ ലോകത്തിലേക്ക് കടന്നു വരിക. അവന്റെ നാമത്തിലാണ് രക്ഷ. അവനെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നവനാണ് ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപികളോട് ചങ്ങാത്തം കൊടുത്തവൻ, ഇല്ലേ? പാപികളുടെ കൂടെ ഉണ്ട് ഉറങ്ങുന്നവൻ ആര്? 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 ഈ ആത്മീയ സർപ്പങ്ങളെ ഇറക്കി കേവലം കൽപ്പന ലംഘിച്ചതിന് ആയിരങ്ങളെ മരുഭൂമിയിൽ വെട്ടുവീഴ്ത്തിയ അതേ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം നൂറ്റാണ്ടുകൾക്ക് ശേഷം
പാവിയായ മനുഷ്യന്റെ കൂടെ അത്താഴം ഉണ്ണുന്നു, കിടന്നുറങ്ങുന്നു, തമാശ പറയുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു. ശരിയാണോ? ശരിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ കുറ്റം വിധിച്ച ഫരിസേയര്, നിയമജ്ഞര്, അവരെ നോക്കിയിട്ട് രക്ഷകൻ ഒരു കാര്യം പറയുന്നുണ്ട്: ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല. ഞാൻ ആരെ വിളിക്കാനാ വന്നത്? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. അവൻ പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികൾ. വായിച്ചത് എന്താണ് വചനം കിടക്കുന്നത്? ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, പ്രമാണങ്ങൾ അക്കമിട്ട്, കൽപ്പനകൾ അക്കമിട്ട്, ദൈവവചനങ്ങൾ അക്ഷരം പ്രതി പാലിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഫരിസേയരും നിയമജ്ഞരും, അവരതിൽ തന്നെ അഭിമാനിച്ചിട്ട് ഞങ്ങൾ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്, പാപികളെ നോക്കി പുച്ഛിക്കുക. അവരെ നോക്കിയിട്ടാണ് സാക്ഷാൽ ദൈവപുത്രൻ വിളിച്ചു പറയുന്നത്: ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കരുണ ഇല്ലെങ്കിൽ നീ ബലി അർപ്പിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ ഈ കുറച്ച് ദിവസങ്ങളില് രാവിലത്തെ കുർബാനയ്ക്ക് അടുപ്പിച്ചു പോവുക. ഈ സമയത്ത് കർത്താവുന്നൊരു ബോധ്യമാണത് എന്റെ ഉള്ളിലേക്ക്: എന്റെ മോനെ, നിന്റെ ഉള്ളിൽ കരുണയില്ലെങ്കിൽ നീ ഈ ബലി അർപ്പിക്കുന്നതിൽ, ബലിയിൽ പങ്കുചേരുന്നതിൽ എന്നല്ല പറഞ്ഞേ, നീ ബലി അർപ്പിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. സമയം വേസ്റ്റ്. കരുണയുടെ മുഖം നിന്നിലില്ലെങ്കിൽ, കരുണയുടെ പ്രവൃത്തി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നില്ലെങ്കിൽ നിന്റെ ബലികൾ നിഷ്ഫലമാണ്. അപ്പത്തിന്റെ രൂപത്തിൽ നീ എന്നെ സ്വീകരിക്കുന്നത് അത് വെറും അപ്പമായി മാറി. എന്റെ ഉള്ളിൽ കരുണയില്ലെങ്കിൽ, കാരണം ആരെയായി സ്വീകരിക്കുന്നത്? കരുണയുടെ നിറകുടമായവനെയാണ്. ആ കരുണയുടെ നിറകുടമെന്ന് ഞാൻ പറഞ്ഞത് പഴയ നിയമത്തില് ഞാൻ പറഞ്ഞു. അപ്പോൾ ശിക്ഷിച്ചു കൊണ്ടിരുന്ന ദൈവം അവൻ കരുണയുടെ നിറകുടമായി മാറിയപ്പോഴാണ് പുത്രൻ തമ്പുരാനായി, മിശിഹായായി ഭൂമിയിൽ അവതരിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബാക്കി പിന്നെ വചനം പറയുന്നത്, ഞാൻ വന്നത് അല്ല, അതിനു മുമ്പുണ്ടല്ലോ എന്നതിന്റെ അർത്ഥം ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. നീ ബലി അർപ്പിക്കാൻ പോകുന്നതിന് മുൻപ് നീ അത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ, നീ അത് പഠിച്ചിട്ട് വേണം പോകാൻ, നിന്റെ ഹൃദയത്തിൽ അത് ഏറ്റെടുത്തിട്ട് വേണം നീ പോകാൻ. കർത്താവ് പറഞ്ഞേ, അത് കർത്താവ് പറഞ്ഞില്ല, അത് നിനക്ക് തന്നിരിക്കുക, എനിക്ക് നിനക്ക് തന്നിരിക്കുക. അതിന്റെ അർത്ഥം നീ പഠിച്ചിട്ട് നീ പോയി ബലി അർപ്പിക്കുക. എന്നിട്ട് അവസാനം എന്നാ പറയുന്നത്? ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ ഈ പാപികളെ ലൂക്കാസ് സുവിശേഷം 5-ാം 31-ാം വാക്യത്തിൽ പറയുന്ന പാപികളെ പശ്ചാത്താപത്തിലേക്ക് ആനയിക്കാനാണ് ഞാൻ വന്നത്. ഇതേ കോണ്ടെക്സ്റ്റ്, പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനാണ് ഞാൻ വന്നത്. 5:31 5:31 ലൂക്ക 5:31. പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ ഇതാ ദൈവം വരികയാണ്. ഹല്ലേലൂയ. വായിച്ച കിട്ടിയോ? വായിച്ചേ. ലൂക്ക 5:31-32.
യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എല്ലാവർക്കും അറിയാം. അത് പറയണ്ട, എല്ലാവർക്കും വൈകാത്ത തൊട്ടടുത്ത വചനം പറഞ്ഞേ 17-ാമത്തെ തിരുവചനം വായിച്ചേ. അതൊന്ന് വായിച്ചേ. യോഹന്നാൻ 3:17 എന്താ പറയുന്നേ? ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. 1:15 1 തിമോത്തി 1:15 കൂട്ടി വായിച്ചേ. 1 തിമോത്തി 1:15 അവിടെ കൂട്ടി വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചേ. 1:15 1 തിമോത്തി 1:15 1 തിമോത്തി 1:15. അടിവരയിട്ട് ഉറപ്പിക്കുക, അടിവരയിട്ട് ഉറപ്പിക്കുക. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ഒരു സംശയം, ഇവിടെ ആരാണ് രക്ഷപ്പെടുന്നത്? ഇവിടെ ആരാണ് രക്ഷിക്കപ്പെടുന്നത്? ആ ചോദ്യം നമ്മൾ ഓരോ കേട്ടിട്ടുണ്ട്. നീ രക്ഷിക്കപ്പെട്ടവനാണെന്ന്. ആരാണ് ഇവിടെ രക്ഷിക്കപ്പെടുന്നത്, രക്ഷപ്പെടുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷപ്പെടുന്ന ഒരേ ഒരു വർഗമേ ഉള്ളൂ ഈ ലോകത്തില്. അത് ഞാൻ പാപിയാണ് എന്ന ചിന്ത അല്ലെങ്കിൽ ആ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നവൻ, മുട്ടുമടക്കുന്നവൻ, ആരാധിക്കുന്നവൻ, സ്തുതിക്കുന്നവൻ. ഈ വചനപ്രകാരം രക്ഷപ്രാപിക്കുന്നത് പാപിയാണ്. അപ്പൊ ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം 100% എന്റെ ഹൃദയത്തില് ഞാൻ ഉറയ്ക്കണം. ആരാധനയ്ക്ക് വരുമ്പോ, ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് പോയി എന്താ സംഭവിക്കുന്നത്? വീണ്ടും ചങ്കരൻ തെങ്ങേല. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, വീണ്ടും ചങ്കരൻ തെങ്ങേല. ഇവിടെയാ പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ നിയമത്തെ ഫോളോ ചെയ്യുന്നവരല്ല നമ്മൾ, മറിച്ച് പുതിയ നിയമത്തെ. പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. നിഴലാണ്, പൊരുളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണുന്നില്ലേ, പുരോഹിതായ അബ്രാഹത്തെ ദൈവം പരീക്ഷിക്കുന്നില്ലേ? പരീക്ഷിക്കുന്നില്ലേ? എവിടെയത്? എവിടെയത്? അത് ഏത് മലയിലാ? മോറിയ മല. ഈ കാൽവരി മല ഏതാ? കാൽവരി മല ഏതാ? ഈ കാൽവരി മല ഏതാ? ഈ മോറിയ മല തന്നെയാണ് കാൽവരി മല. അതിന്റെ 2 പോർഷനാന്ന് മാത്രം, ഒറ്റ മലയാണ്. അതാ പറഞ്ഞേ, പഴയ നിയമം നിഴലാണ്, അതിന്റെ പൊരുളാണ് പുതിയ നിയമം. അബ്രാഹാം ഏകജാതനെ ബലിയർപ്പിക്കാൻ ഇതാ ബലിപീഠത്തില് കൈകാലികൾ വരിഞ്ഞു കിട്ടി, കത്തി കരങ്ങളിലെടുത്തു, ദൈവശബ്ദം മുഴങ്ങി, കുഞ്ഞിനെ കൈവെക്കരുത്, തൊട്ടുപോകരുത്. പകരം മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു, അതിനെ ബലി കഴിച്ചു. ഒരു മുട്ടാട്ടിൻ കുഞ്ഞിനെ കണ്ട് അതിനെ ബലി കഴിച്ചു. സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, കുഞ്ഞാട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ മലയിൽ ആ ദൈവത്തിന്റെ കുഞ്ഞാട് ഒരു യാഗബലിയായി അർപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ പഴയ നിയമം നിഴലും പുതിയ നിയമം അതിന്റെ പൊരുളുമാണെന്ന്. അതെല്ലാ ഭാഗത്തും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല ഒരിക്കലും, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പുതിയ നിയമത്തെയാണ്. കാരണം രക്ഷ അതിന്റെ പൂർണ്ണതയിൽ എവിടെയാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്? എവിടെയാണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും, അല്ലേ? എന്നാൽ എന്നില്ല, എന്നാൽ നീ കൂട്ടിച്ചേർക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ യേശുവിലാണ് ആ രക്ഷ സംക്ഷിപ്തമായിരിക്കുന്നത്.
അതുകൊണ്ടാണ് യേശുവിനെ നാഥൻ രക്ഷകമായി എല്ലാ മക്കളും സ്വീകരിക്കണമെന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ രക്ഷകനായ യേശു കർത്താവിനെ ഇന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മളും രക്ഷിക്കപ്പെട്ടവരായി മാറി. ഹല്ലേലൂയ. അതിന് വെള്ളത്തിൽ പൊങ്ങൊന്നും വേണ്ട, ശ്വാസം മുട്ടുമ്പോൾ ദൈവത്തെ കണ്ടു പറഞ്ഞ് പൊങ്ങണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം നമ്മള് അവന്റെ നാമത്തിൽ നമ്മൾ സ്നാനം സ്വീകരിച്ചതാണ്, പിന്നെ പോയി മുങ്ങിപ്പൊങ്ങേണ്ട കാര്യമൊന്നും ഇല്ല. ആ ചെയ്യുന്ന പ്രവൃത്തിയിലല്ല, പിന്നെയോ അവന്റെ നാമത്തിന്റെ ശക്തിയാൽ അത്രേ, പ്രവൃത്തിയുടെ ഫലമല്ല. ആ ഒരു മുങ്ങിപ്പൊങ്ങുന്ന പ്രവൃത്തിയുടെ ഫലമല്ല. എഫെസോസ് 2:8 വിശ്വാസം വഴി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലമല്ല. കർത്താവിന്റെ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നങ്ങളോ അല്ല, ദൈവത്തിന്റെ നിസ്സീമമായ ദയ. അതാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. തന്റെ പുത്രനെ അയച്ച് നമ്മളെ വീണ്ടെടുത്ത തമ്പുരാന്റെ വലിയ സ്നേഹം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഒരു സംശയം തോന്നാം, അമ്മജി അച്ഛാ, ഒരു സംശയം തോന്നാം. നമ്മള് അനീതിയൊന്നും പ്രവർത്തിക്കുന്നില്ല, നീതിയിലാണ് മാക്സിമം പോട്ട് പോകുന്നത്. എനിക്ക് കുരിശ് വരുമോ? തീർച്ചയായിട്ടും വരും. പ്രതീക്ഷിച്ചിരുന്നോ? കാത്തിരുന്നോ? വരും, ഇനിയും വരും. പ്രത്യേകിച്ച് ഈ ആരാധന കൂടിയതുണ്ട്. വരും. കർത്താവ് അതിനു വേണ്ടിയാ കൊണ്ടുപോയി. വിശ്വാസത്തിലെ ബല പരീക്ഷണങ്ങള് ഉരച്ചു നോക്കി നീ പ്യുവർ ഗോൾഡ് ആണോ? പ്യുവർ ഗോൾഡ് ആണെങ്കിൽ വീണ്ടും നിന്നെ ഉരുക്കും. എന്തിനാണെന്നറിയാമോ? നിന്നെ തങ്കമാക്കി മാറ്റാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപങ്ങൾ 3:40 കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇതെങ്ങനെ മങ്ങിപ്പോയി, ഇതെങ്ങനെ കെട്ടുപോയി എന്റെ മക്കൾ, ഇതെങ്ങനെ സ്വർണം മങ്ങിപ്പോയി. ഇന്ന് മങ്ങിയിരിക്കുന്ന അവസ്ഥയാണോ മക്കളെ? നമ്മള് തങ്കമായി നിൽക്കേണ്ടതാണ് തമ്പുരാന്റെ മുമ്പിൽ, കത്തി ജ്വലിച്ച് നിൽക്കേണ്ടവരാണ് തമ്പുരാന്റെ മുമ്പിൽ. നമ്മൾ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനാണ് കേട്ടോ. കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനാ. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ ഒരാവലാതിയാണ് നമ്മളെ കുറിച്ച്. അവൻ ഉരച്ചു നോക്കുമ്പോ, മാറ്റുരച്ചു നോക്കുമ്പോ നീ പ്യുവർ തങ്കമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ്ങിലൂടെ അവൻ കടത്തിവിടും നിന്നെ, എന്നെയും നിന്നെയും അവൻ കടത്തിവിടും. അവൻ പറഞ്ഞിട്ടുണ്ട് 2:5 പ്രഭാഷണം പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണാഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിന് സ്വീകാര്യരായ മക്കളെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ ഞാൻ കടത്തിവിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സ്വീകരിക്കാൻ തയ്യാറായി നിന്നോ? അതിന്റെ പര്യവസാനം എന്താണ്? നിത്യജീവൻ. ഒരിക്കലും ഒരു ശക്തിക്കും എടുത്തു കളയാൻ പറ്റാത്ത നിത്യത അതിലൂടെ നീ നേടിയെടുക്കുകയാണ്. പിന്നെ ഒരു ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിലേക്കാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക, ഈശോ നമ്മളെ വിളിച്ചിരിക്കുക. ഈ നിത്യത സ്വന്തമാക്കാൻ, നിത്യജീവനെ മുറുകെ പിടിക്കാൻ. ബാക്കിയെല്ലാം പോകുന്നേ, ബാക്കിയെല്ലാം പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വതും പോകും, സർവ്വതും മാറ്റപ്പെടും. നമുക്കറിയാം, സർവ്വതും മാറ്റപ്പെടും. എന്നാൽ നിത്യതയെ ലക്ഷ്യം വെച്ചാണ് എൻ്റെ ഈ ലോക ജീവിതമെങ്കിൽ, അതിനുവേണ്ടി ഞാൻ പൊരുതുന്നുവെങ്കിൽ, ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി. എന്നെ നോക്കി സ്വർഗം പറയും, ഭാഗ്യം ചെയ്തവൻ, ലക്കിമാൻ. നമ്മളെന്ത് പറയും? ഐ ആം അൺലക്കി.
അല്ലേ? ലോകം നമ്മെ നോക്കി പറയും, ദൈവം പറയും ഭാഗ്യവാൻ. നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നവൻ, അതിന് മുറുകെ പിടിക്കുന്നവൻ, അവനെ നോക്കി ദൈവം പറയും ഭാഗ്യവാൻ. ഏതു വേണം? തെരഞ്ഞെടുക്കാൻ അധികാരവും അവകാശവും തമ്പുരാൻ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുക, നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുക. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം മക്കളെ, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്ന്. ഏതു വേണം നിനക്ക്? തെരഞ്ഞെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ലോകം വേണോ? ലോകം വേണോ? ലോകത്തിന്റെ ഇമ്പങ്ങളും സുഖങ്ങളും വേണോ? അതോ എന്റെ പീഡാസഹനങ്ങൾ, എന്റെ വേദനകൾ, എന്റെ കുരിശ്, നിനക്ക് ഏതാണ് വേണ്ടത്? ഇന്ന് ഞാൻ പറയും 99.9% ആളുകളും തെരഞ്ഞെടുക്കുന്നത് കുരിശല്ല. കുരിശല്ല. എന്നാ തെരഞ്ഞെടുക്കുന്നത്? യെസ്, 99.9%. പിന്നെ രക്ഷപ്പെട്ടു പോകുന്നത് ഒരു ശതമാനം ഇല്ല. പോയിന്റ് എനിക്ക് കണക്കറിയുന്നില്ല. പോയിന്റ് ഒന്നാണെങ്കിൽ ദിവസത്തെ പോയിന്റ് ഒന്നുമില്ല. ഇത് അത്രയും അങ്ങോട്ട് പാസ്സാവത്തുള്ളൂ. അല്ലെങ്കിൽ എമിഗ്രേഷൻ അടിക്കത്തില്ല, ഫെയിലായി പോകും. ബാക്ക് ടു ഹോം എന്ന് ഒരു സ്വരം കേൾക്കാൻ നമുക്കിടയാകരുത്. മക്കളെ, നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി വില കൊടുക്കുക. പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുന്നത് എൻ്റെ പുത്രൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തോ. ഹല്ലേലൂയ. ചാടിയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതകൾ